പാലക്കാട് ഓടുന്നതിനിടെ സ്കൂൾ ബസിന്റെ ഡോർ തെറിച്ചു വീണു. മണ്ണാർക്കാട് തച്ചമ്പാറ അരപ്പാറ റോഡിൽ രാവിലെയാണ് സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥികളുമായി വരുമ്പോഴാണ് ബസിന്റെ ഡോർ തെറിച്ചു വീണതെങ്കിലും ആർക്കും അപകടത്തിൽ പരിക്കില്ല. സച്ചിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സച്ചിനെ, ഈ കുട്ടികൾക്കും പരിക്കില്ല, ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോർ പുറത്തേക്കാണല്ലോ വീണത്. അപ്പോൾ പുറത്തു നിന്ന് ആളുകൾക്കും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആളുകൾ നിൽക്കുകയാണ് ഈ ബസ് കടന്നു പോകുമ്പോഴാണ് ഡോറ് പുറത്തേക്ക് തെറിച്ചു വീഴുന്നത്. അപ്പോൾ ആർക്കും പരിക്കില്ലെന്നാണ് ഏറ്റവും ആശ്വാസകരം. പക്ഷേ ഇത് സ്കൂൾ തുറന്ന സമയമാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ പരിശോധിച്ചിട്ടുള്ളതായിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ? അരുണ, ഇന്ന് രാവിലെ 9:30 മണ്ണാർക്കാട് തച്ചമ്പാറയിൽ വെച്ച് ഇത്തരത്തിൽ സ്കൂൾ ബസ്സിൻ്റെ ഡോറ് പുറത്തേക്ക് വീഴുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. കാരണം സ്കൂൾ ബസ്സാണ്. 2 ആഴ്ച മുൻപാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും ഫിറ്റ്നസ് അടക്കം പൂർത്തീകരിച്ചുകൊണ്ട് സ്കൂൾ ബസ്സുകൾക്ക് ഫിറ്റ്നസ് നൽകിയിട്ടുള്ളത്. എന്നാൽ 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തിന് കാഴ്ചയാവുന്ന സ്ഥിതിയാണ് മണ്ണാർക്കാട് നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആർക്കും പരിക്കില്ല എന്നത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത. കാരണം ബസ്സിനുള്ളിൽ വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു 50 മീറ്റർ അകലെ വെച്ചാണ് ഇത്തരത്തിൽ ബസ്സിൻ്റെ ഡോർ പുറത്തേക്ക് വീഴുന്നത്. സ്കൂൾ ബസ്സിന് അകത്ത് നിരവധി കുട്ടികൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 50 മീറ്റർ വ്യത്യാസം മാത്രമാണ് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും സ്കൂളിലേക്കുള്ളത്. അതിനാൽ തന്നെ ആ സമയങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ റോഡിലൂടെ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ഭാഗ്യവശാൽ ആ സമയത്ത് ആരും ഉണ്ടായില്ല. നാട്ടുകാർക്കോ അല്ലെ മറ്റ് വിദ്യാർത്ഥികളോ, നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കോ അല്ലെ മറ്റ് വിദ്യാർത്ഥികൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല. അത് തന്നെ ഏറെ ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ ഈ സ്കൂൾ അധികൃതർ നൽകുന്ന വിവരം, ഇത് മറ്റൊരു ബസ്സാണ്. അതായത് താൽക്കാലികമായി മറ്റൊരു ബസ് സ്കൂളിലെ സർവീസിനായി ഉപയോഗിച്ചതാണ്. ആ ബസ്സിൻ്റെ ഡോറാണ് തകർന്നു വീഴുന്നത്. മറ്റ് നടപടികളെല്ലാം നടത്തിയിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളിലെല്ലാം തന്നെ മറ്റ് ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കായി പോയതിനാൽ താൽക്കാലികമായി ബസ് വിളിച്ചതാണ്. ആ ബസ്സിൻ്റെ ഡോറാണ് തകർന്നത് വീഴുന്നത് എന്നാണ് നിലവിൽ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ നാട്ടുകാർ നിരവധി തവണ ഇത്തരത്തിൽ സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഇല്ല എന്ന പരാതിയെല്ലാം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ അതിൻ്റെ പരിശോധനകളെല്ലാം തന്നെ നടന്നു വരികയാണ്. ഏറെ ആശ്വാസകരമായ വാർത്ത, ആർക്കും പരിക്കില്ല, വിദ്യാർത്ഥികളെല്ലാം സുരക്ഷിതമായിരുന്നു എന്നത് തന്നെയാണ് അരുണ്യ. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.